വിവാഹ ജീവിതം എന്താ? ഒരാൾ മറ്റൊരാൾക്ക് ആത്മദാനമായി നൽകുകയാണ്. നീ സ്നേഹത്തോടെ നൽകുന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ജീവിത പങ്കാളികൾ പരസ്പരം, മക്കൾക്ക്, ദൈവജനം പരസ്പരം ഒക്കെ പാലിക്കേണ്ട നിയമം, നൽകിയത് സ്നേഹത്തോടെയാണോ? നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നും, നഷ്ടപ്പെടില്ല. ആത്മദാനം അതിന്റെ ഫലം പുറപ്പെടുവിക്കും. പിതാവിന്റെ ക്രൂരമായ ഒരാവശ്യമല്ല പീഡാസഹനവും കുരിശുമരണവും, മറിച്ച് പുത്രന്റെ സ്നേഹപൂർവമായ ആത്മദാനമാണ്. മരണത്തിന് സാധ്യമായ ഒരു ശരീരത്തെ കർത്താവ് സ്വീകരിച്ചു, മനുഷ്യരീരം. എന്തിനാ അങ്ങനെ സ്വീകരിച്ചത്? ആ ശരീരത്തെ സമർപ്പിക്കുക വഴി അവൻ മരണത്തെ തന്നെ തകർക്കും. ബലിപീഠത്തിൽ നമ്മൾ കാണുന്നതും കുരിശിൽ കാണുന്നതും ഒരേ ശരീരമാണ്. ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ ചാട്ടവാറടിയും മുൾക്കിരീടവും കാൽവരി കയറ്റവും കൈത്തണ്ടയിലേക്ക് ആഞ്ഞിറങ്ങുന്ന ഇരുമ്പാണിയും കുരിശേൽ തൂങ്ങിക്കിടക്കുന്ന കിടപ്പും അവൻ്റെ പിളർന്ന മാർവും, ഇതെല്ലാം ആ ഒറ്റ വാക്കിലുണ്ട്. ദിസ് ഇസ് മൈ ബോഡി, ഇത് എൻ്റെ ശരീരമാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു അല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം. നമ്മൾ ഒരുമിച്ച് ഈശോയുടെ പീഡാസഹനത്തെ, അവൻ്റെ ആത്മദാനത്തെ ധ്യാനിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സുന്ദരമാണ് ഈ യാത്ര. നിങ്ങളെക്കാളേറെ ഞാനിത് ആസ്വദിക്കുന്നുണ്ട്. ഏറെ തിരക്കുകളുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും വേണ്ടി കുറച്ചു നേരം ഇതിനു വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മാറ്റിവെച്ചാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഇത് വലിയ ആസ്വാദനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ദൈവാനുഭവത്തിൻ്റെ ഒക്കെ നേരമായിട്ട് മാറുന്നതിൽ ഉള്ള സന്തോഷം ഞാനും അറിയിക്കുന്നു. ഇന്ന് രണ്ട് കാര്യങ്ങൾ ധ്യാനത്തിൻ്റെ ടോക്കിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്പർ, നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് ടീമിൻ്റെ നമ്പർ, ഒരു ടീം ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് അവരെ പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്പർ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചു. അപ്പോൾ കുറേ പേരൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നു. ഹോളി ലാൻഡ് യാത്രയുടെ കാര്യം കുറേ പേര് ചോദിക്കുന്നു, എൻക്വയറി ചെയ്യുന്നു. നല്ല കാര്യം. ഇന്ന് പറയാനുള്ളത്, ഒന്നാമത്തത്, നാളെ മാർഗത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇറങ്ങുന്ന ദിവസമാണ്, വെള്ളിയാഴ്ച. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉപവാസത്തെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചു. അപ്പോൾ ക്രിസ്തീയ പുണ്യപ്രവർത്തികൾ 3 എണ്ണത്തെക്കുറിച്ചാണ് സ്പെഷ്യൽ എപ്പിസോഡ്സ് ആദ്യം ഓരോ വെള്ളിയാഴ്ചയും വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. അടുത്തത് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച്. ഈ മാർഗം നോമ്പുകാല ധ്യാനത്തിൻ്റെ സ്പെഷ്യൽ സെഗ്മെൻ്റായിട്ട് നമ്മൾ നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങളിലേക്ക് ആ ടോക്ക് എത്തും. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. പ്രാർത്ഥനയെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ആസ്ക്, ലേൺ ആൻഡ് ബിലീവ്, യുവജനങ്ങളും കുട്ടികളുമൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് വിശ്വാസ വിഷയങ്ങളെ പഠിച്ചെടുക്കുന്ന രീതി. അതിൽ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡ് നിങ്ങളിലേക്ക് ഓൾറെഡി ചാനലിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അതെടുത്ത് നോക്കുക. ഓസ്ട്രേലിയയിൽ ബ്രിസ്ബൻ നോർത്ത് ഇടവകയിലെ യുവജനങ്ങളുമൊപ്പം 4 കുട്ടികൾ, മിടുക്കരായിട്ടുള്ള 4 കുട്ടികൾ, അവരെന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് കുമ്പസാരത്തെക്കുറിച്ചുള്ള അവരുടെ സംശയങ്ങൾ, അവരുടെ കൺസേൺസ് ഒക്കെ ഷെയർ ചെയ്യുകയും അതിന് ഉത്തരം നൽകുകയുമായിരുന്നു. ആ വീഡിയോ നിങ്ങളത് എൻജോയ് ചെയ്യും. അത് ബൈലിംഗ്വലാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് അത് സംസാരിച്ചു പോകുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുക. ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു ആൻഡ് ദോസ് പീപ്പിൾ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ അന്ത്യത്താഴമാണ് ധ്യാനിച്ചത്. അന്ത്യത്താഴം ധ്യാനിച്ച് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു, അച്ചോ പരിശുദ്ധ കുർബാനയിലേക്ക് കുറേ കൂടെ നമ്മളെ അടുപ്പിച്ചു. അത് കേൾക്കുമ്പോൾ കണ്ണ് നിറയുകയാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ കാണുന്നത്. സന്തോഷം. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ്. ഇന്നും കൂടെ നമ്മൾ ആ കുർബാനയുടെ മാനങ്ങളെ ധ്യാനിക്കുന്നു. എൻ്റെ വലിയ ആഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാം, കുർബാനയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് സീരീസ്. ഇതൊക്കെ കഴിയട്ടെ, കർത്താവ് അനുഗ്രഹിച്ചാൽ നമ്മളത് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ചെയ്യും. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ധ്യാനിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. സാക്രിഫൈസ് ആൻഡ് കവനൻ്റ് അറ്റ് ദ ഹാർട്ട് ഓഫ് പാഷൻ. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഹൃദയം അവൻ്റെ ആ സാക്രിഫൈസ്, അവൻ്റെ ബലിയർപ്പണവും പുതിയ ഉടമ്പടിയുമാണ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി
മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ സെൻറ്റർ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രം, അതൊരു തത്വശാസ്ത്രമല്ല, ഒരു 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 ധാർമ്മിക സിസ്റ്റം, ഒരു മോറൽ സിസ്റ്റം അല്ല, കേവലം ഒരു ആശയമല്ല. ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ സെൻറ്റർ, ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഓൺ എ ബോഡി ഗിവൺ. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് സെൻറ്റേർഡ് ഓൺ എ ബോഡി ഗിവൺ. നമുക്ക് വേണ്ടി നൽകപ്പെട്ട ശരീരമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. കർത്താവിൻ്റെ ബലി, പരിശുദ്ധ കുർബാന. ലൂക്ക 22:19 നമ്മൾ ഇന്നലെ വായിച്ചതാണ്. ലൂക്ക 22:19, ദിസ് ഈസ് മൈ ബോഡി ഗിവൻ ഫോർ യു. ദിസ് ഈസ് മൈ ബോഡി ഗിവൻ ഫോർ യു. അതായത് ഈശോ ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് മഹായാഗം കാൽവരിയിൽ നടത്തുമ്പോൾ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ദിസ് ഈസ് മൈ ബോഡി എന്നവൻ്റെ വാക്ക്, നമ്മൾ ഇന്ന് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയാണ്. അപ്പം എടുത്ത് കരങ്ങളിൽ പിടിച്ചിട്ട് ഈശോ പറയുന്നു, ഇതെൻ്റെ ശരീരമാണ്. ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ സ്നേഹം ശരീരമെടുക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം ശരീരമെടുക്കുകയാണ്. രക്ഷയ്ക്ക് അവൻ വില കൊടുക്കുകയാണ്. സാർവത്രിക രക്ഷയ്ക്ക് കർത്താവ് കൊടുക്കുന്ന വിലയാണ് അവൻ്റെ ശരീരം ഉടമ്പടി ബലിയായിട്ട് മാറുകയാണ്. Covenant becomes sacrifice. Passion is already present in these words. ഈശോയുടെ പീഡാസഹനവും മരണവും ഈ വാക്കുകളിലുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ ചാട്ടവാറടിയും മുൾക്കിരീടവും കാൽവരി കയറ്റവും കൈത്തണ്ടയിലേക്ക് ആഞ്ഞിറങ്ങുന്ന ഇരുമ്പാണിയും കുരിശേൽ തൂങ്ങിക്കിടക്കുന്ന കിടപ്പും അവൻ്റെ പിളർന്ന മാർവും ഇതെല്ലാം ആ ഒറ്റ വാക്കിലുണ്ട്. ദിസ് ഈസ് മൈ ബോഡി, ഇത് എൻ്റെ ശരീരമാണ്. മർക്കോസ് സുവിശേഷം 10:45 അതാണ് നമ്മുടെ ഇന്ന് മെയിനായിട്ട് അതിലാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഉറച്ചു നിൽക്കുന്നത്. മർക്കോസ് 10:45 ബൈബിൾ എടുത്ത് അടയാളപ്പെടുത്താം. മർക്കോസ് 10:45, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനുമാണ്. സ്വന്തം ജീവൻ മോചനദ്രവ്യമായി, റാൻസം, മോചനദ്രവ്യമായി, വിടുതൽ കിട്ടാൻ, സ്വാതന്ത്ര്യം കിട്ടാൻ കൊടുക്കേണ്ട വില, അടിമയെ സ്വതന്ത്രനാക്കാൻ കൊടുക്കേണ്ട വിലയാണ് മോചനദ്രവ്യം. റാൻസം ഫോർ മെനി, മോചനദ്രവ്യമായി. അതായത് കർത്താവ് അവൻ്റെ മരണത്തെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. മരണം എത്തിയിട്ടില്ല, അടുത്തെത്തിയിട്ടില്ല, നേരത്തെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ മരണത്തെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. ജീസസ് ഈസ് ഇൻ്റർപ്രറ്റിംഗ് ഹിസ് ഡെത്ത്. അതിനെ ഈശോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു ട്രാജഡി ആയിട്ടല്ല, ഒരു ദുരന്തമല്ല അവൻ്റെ മരണം, മറിച്ച് ഇറ്റ്സ് എ ഗിഫ്റ്റ് ആൻഡ് എ റാൻസം. ഈശോയുടെ മരണം, അവൻ സ്ഥാപിച്ചു നൽകിയ പരിശുദ്ധ കുർബാന, ഇതെൻ്റെ ശരീരം, ദാനവും മോചനദ്രവ്യവുമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ആൻഡ് റാൻസം. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ ഈശോ അപ്പം കൈകളിലെടുത്തിട്ട് പറയും, ഇതെൻ്റെ ശരീരം. ഇത് പഴയ നിയമമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ മനസ്സിലാക്കണം. അറിയാമോ? ഒന്ന് ഇങ്ങനെയാണ്. പഴയ നിയമത്തിൽ ബലി വസ്തു ഉണ്ട്, വിക്റ്റിം, ബലി വസ്തു, ചിന്തപ്പെടുന്ന രക്തം. ബലിവസ്തു പലപ്പോഴും കുഞ്ഞാട്, കാളക്കുട്ടി ഒക്കെ ബലിവസ്തുക്കളാകുന്നു. ബലിവസ്തു, വിക്റ്റിമുണ്ട്, ബ്ലഡുണ്ട്, രക്തമൊഴുകുന്നുണ്ട്. ഓൾട്ടർ, ബലിപീഠമുണ്ട്, ബലി അർപ്പിക്കപ്പെടുന്ന ഇടം, ഓൾട്ടറുണ്ട്, പുരോഹിതനുണ്ട്, ബലി അർപ്പിക്കുന്ന വ്യക്തി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പ്രത്യേകത? ഇതെങ്ങനെയാണ് ഈശോയിലേക്ക്, അവൻ്റെ പരിശുദ്ധ കുർബാനയിലേക്ക്, ബലിയിലേക്ക് കണക്റ്റഡ് ആകുന്നത്? ഈശോയിൽ, ജീസസ് ഓൺ ക്രോസ്, കുരിശിലെ ഈശോയിൽ ഇതെല്ലാം ഒരുമിച്ചാകുകയാണ്. അവൻ്റെ സ്ലീബായിൽ അവൻ പിടയുന്ന നേരത്ത്, അവൻ ബലിയായി അവൻ്റെ ഉയിര് നൽകുന്ന നേരത്ത് ഇതെല്ലാം ഒന്നാവുകയാണ്. ഇതൊക്കെ വിക്റ്റിം, ബ്ലഡ്, ഓൾട്ടർ, പ്രീസ്റ്റ്. കർത്താവിൽ ഇതെല്ലാം ഒന്നാണ്. പഴയ നിയമത്തിൽ വിഭജിതമായി കിടന്നത്, പഴയ നിയമത്തിൽ ബലിവസ്തുവും ബലി അർപ്പകനും ചിന്തപ്പെടുന്ന രക്തവും ഒക്കെ ഇങ്ങനെ ബലിപീഠവുമൊക്കെ വിഭജിതമായി കിടന്നത്
കുരിശിലെ ഈശോയിൽ, സ്ലീവായിലെ ഈശോയിൽ ഇതെല്ലാം ഒന്നാകുന്നു. വിഭജിതമായത് മിശിഹായിൽ ഒരുമിക്കുന്ന കാഴ്ചയാണ്. ദിസ് ഈസ് മൈ ബോഡി. രണ്ടാമത്തത്, അടുത്തൊരു ചിന്ത പഴയ നിയമമായിട്ട് കണക്ട് ചെയ്ത് ഇത് അടുത്തതൊക്കെ പോയി സൗകര്യം പോലെ വായിക്കണം. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ അപ്പം പെട്ടെന്ന് എവിടുന്ന് വന്നു? അപ്പം പെട്ടെന്ന് എവിടുന്ന് വന്നു? പഴയ നിയമത്തിൽ പല അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു, മന്നായൊക്കെ ധ്യാനിച്ചതാണ്. വീണ്ടും നമുക്ക് ഒരെണ്ണം കൂടെ ധ്യാനിക്കാനുണ്ട്. ലേവ്യരുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 24. The book of Leviticus chapter 24. There we see the bread of the presence. തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം നമ്മൾ കാണുന്നുണ്ട്. ദൈവ തിരുസന്നിധിയിൽ വയ്ക്കപ്പെടുന്ന അപ്പത്തെക്കുറിച്ചുള്ള വിവരണം നമ്മൾ ലേവായ പുസ്തകം 24 അധ്യായത്തിൽ കാണുന്നു. അതായത് അത് ഉടമ്പടിയുടെ വിശ്വസ്തതയുടെ അടയാളമാണ്, സൈൻ ഓഫ് കവനന്റ് ഫിഡലിറ്റി. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജീസസ് ബിക്കംസ് the living bread of covenant offered and consumed. ഈശോ ഉടമ്പടിയുടെ ജീവിക്കുന്ന അപ്പമാകുന്നു, സമർപ്പിക്കപ്പെട്ടതും സ്വീകരിക്കപ്പെട്ടതുമായ അപ്പം, offered and consumed. രക്ഷാകര ചരിത്രത്തിൽ സാൽവേഷൻ ഹിസ്റ്ററി മുഴുവൻ എടുത്താൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇങ്ങനെയാണത്. ഒന്നാമത്തത്, നോ മോർ റിപ്പീറ്റഡ് ഓഫറിങ്സ്. ഇനി ആവർത്തിക്കപ്പെടുന്ന സമർപ്പണങ്ങളില്ല. ആവർത്തിക്കപ്പെടുന്ന സമർപ്പണങ്ങളില്ല. എന്നേക്കുമായി കർത്താവ് അവൻ്റെ ശരീരത്തെ സമർപ്പിച്ചു കഴിഞ്ഞു. നോ മോർ എക്സ്റ്റേണൽ വിക്ടിംസ്. പുറത്തൊരു ബലിവസ്തുവില്ല, പുറത്തൊരു ബലിവസ്തു ഇല്ല. ഇങ്ങനെയും കൂടെ ഓർക്കണേ, ദ ക്രോസ് ഈസ് നോട്ട് വയലൻസ് ഡിമാൻഡഡ് ബൈ ദ ഫാദർ. ചിലർക്ക് നമുക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും, പിതാവ് എന്ത് ക്രൂരനാണ്, പിതാവായ ദൈവം. ഇറ്റ്സ് നോട്ട് violence demanded by the father, but love freely offered by the son. പിതാവിൻ്റെ ക്രൂരമായ ഒരാവശ്യമല്ല പീഡാസഹനവും കുരിശുമരണവും, മറിച്ച് പുത്രൻ്റെ സ്നേഹപൂർവമായ ആത്മദാനമാണ്. അവനെ തന്നെ മോചനദ്രവ്യമായി രോഗത്തിൻ്റെ മരണത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ പുത്രൻ ആത്മദാനമായി മോചനദ്രവ്യമായി തന്നെ കൊടുത്തിട്ട് പറയുന്നതാണ്, ദിസ് ഈസ് മൈ ബോഡി, ഇതെൻ്റെ ശരീരമാണ്. പിതാക്കന്മാർ, അത്തനേഷ്യസ് പിതാവ് പറയുന്നത്, ഹി അസ്യൂംഡ് എ ബോഡി കേപ്പബിൾ ഓഫ് ഡെത്ത് സോ ദാറ്റ് ബൈ ഓഫറിങ് ഇറ്റ് ഹി മൈറ്റ് ഡിസ്ട്രോയ് ഡെത്ത്. ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇൻകാർണേഷനിൽ തന്നെ കുരിശുമരണം കിടപ്പുണ്ട്, മനുഷ്യാവതാരത്തിൽ തന്നെ കുരിശുമരണം കിടപ്പുണ്ട്. ഇത് ഭയങ്കര രസമാണ്. ഇതെങ്ങനെയാണ് പിതാക്കന്മാരൊക്കെ അന്ന് ഇങ്ങനെ കാച്ചി കുറുക്കി എഴുതി വെച്ചതെന്നുള്ളതാണ് അത്ഭുതം. ഹി അസ്യൂംഡ് എ ബോഡി കേപ്പബിൾ ഓഫ് ഡെത്ത്. മരണത്തിന് സാധ്യമായ ഒരു ശരീരത്തെ കർത്താവ് സ്വീകരിച്ചു. മനുഷ്യരീരം മരണസാധ്യമായ ഒരു ശരീരത്തെ കർത്താവ് സ്വീകരിച്ചു. സോ ദാറ്റ് ബൈ ഓഫറിങ് ഇറ്റ് ഹി മൈറ്റ് ഡിസ്ട്രോയ് ഡെത്ത്. എന്തിനാ അങ്ങനെ സ്വീകരിച്ചത്? ആ ശരീരത്തെ സമർപ്പിക്കുക വഴി അവൻ മരണത്തെ തന്നെ തകർക്കും. മരണസാധ്യമായ ഒരു ശരീരത്തെ കർത്താവ് സ്വീകരിച്ചു. ഹി അസ്യൂംഡ് എ ബോഡി കേപ്പബിൾ ഓഫ് ഡെത്ത് സോ ദാറ്റ് ബൈ ഓഫറിങ് ഇറ്റ് ഹി മൈറ്റ് ഡിസ്ട്രോയ് ഡെത്ത്. മരണസാധ്യമായ ശരീരത്തെ കർത്താവ് സ്വീകരിച്ചു. ആ ശരീരത്തെ സമർപ്പിച്ചവൻ മരണത്തെ തന്നെ തകർക്കുന്നു. ക്രിസോസ്തോം പിതാവ് പറയുന്നൊരു കാര്യം, ഇറ്റ് ഈസ് ദ സെയിം ബോഡി ദാറ്റ് ലൈസ് ഓൺ ദ ഓൾട്ടർ ആൻഡ് ഹങ് അപ്പോൺ ദ ക്രോസ്. ബലിപീഠത്തിൽ നമ്മൾ കാണുന്നതും കുരിശിൽ കാണുന്നതും ഒരേ ശരീരമാണ്. ഇറ്റ് ഈസ് ദ സെയിം ബോഡി ദാറ്റ് ലൈസ് ഓൺ ദ ഓൾട്ടർ ആൻഡ് ഹങ് ഓൺ ദ ക്രോസ്. കർത്താവിൻ്റെ ശരീരം ഇതെൻ്റെ, അവൻ ഈശോ അപ്പം എടുത്തിട്ട് പറയുന്നു ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞാൽ അതവൻ്റെ ശരീരം. അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നു, ക്രൈസ്റ്റ് ഈസ് ബോത്ത് വൺ ഓഫേഴ്സ് ആൻഡ് ഓഫറിങ്. മിശിഹ തന്നെ ബലിയർപ്പകനും ബലിവസ്തുവുമായി മാറുന്നുവെന്ന്. സഭയുടെ പഠിപ്പീരിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1367, ദ യൂക്കറിസ്റ്റിക് സാക്രിഫൈസ് മേക്ക് പ്രസന്റ് ദ ക്രോസ്. ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ പീഡാസഹന മരണം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുകയാണെന്ന് സഭ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ പരിശുദ്ധ കുർബാനയിലും അവൻ്റെ ചിന്നിച്ചെതറുന്ന ശരീരം, അവൻ്റെ ഒഴുകിയിറങ്ങുന്ന രക്തം, അവൻ്റെ മുൾക്കിരീടം ധരിച്ചിരിക്കുന്ന ശിരസ്,
ഇരുമ്പാണി ഇറങ്ങി അവൻ്റെ കൈകാലുകൾ, കുന്തത്താൽ തുളയ്ക്കപ്പെട്ട അവൻ്റെ മാർവ്, ഇതെല്ലാം ഓരോ കുർബാനയിലും നമ്മൾ അനുഭവിക്കണമെന്ന്. ദ യൂക്കറിസ്റ്റിക് സാക്രിഫൈസ് മേക്ക് പ്രസന്റ് ദ ക്രോസ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സാക്രമെന്റും കാരിത്താറ്റിസ് എന്ന പുസ്തകത്തിൽ പറയുന്നത്, ദ യൂക്കറിസ്റ്റ് ഈസ് എ സാക്രമെന്റ് ഓഫ് സെൽഫ് ഗിവിംഗ് ലവ്. ആത്മദാനത്തിൻ്റെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. അപ്പം എന്താ ഗുണം? ആത്മദാനത്തിൻ്റെ കൂദാശയെ സ്വീകരിക്കുന്നവർ ആത്മദാനമായി മാറണമെന്ന്. അതുകൊണ്ടാണ് പിതാവ് പിന്നെയും പറയുന്നൊരു കാര്യമുണ്ട്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു, ക്രിസ്ത്യൻ ലൈഫ് മസ്റ്റ് ബിക്കം യൂക്കറിസ്റ്റിക്. ക്രിസ്ത്യൻ ലൈഫ് മസ്റ്റ് ബിക്കം യൂക്കറിസ്റ്റിക് എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാകണമെന്ന് മാത്രമല്ല, വിശുദ്ധ കുർബാനയാകണമെന്ന് കൂടി അർത്ഥമുണ്ട്. വിശുദ്ധ കുർബാന എന്താ? ആത്മദാനത്തിൻ്റെ സ്നേഹം, സെൽഫ് ഗിവിങ് ലവ്. വിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിച്ചവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ആത്മദാനം ജീവിച്ച് തുടങ്ങണമെന്ന്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആത്മദാനം ജീവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവിളിയാണ് വിവാഹ ജീവിതം. വിവാഹ ജീവിതം എന്താ? ഒരാൾ മറ്റൊരാൾക്ക് ആത്മദാനമായി നൽകുകയാണ്, തന്നെ സ്നേഹപൂർവ്വം സമ്മാനമായി നൽകുകയാണ്. സമ്മാനമായി നൽകൽ എളുപ്പമല്ലെന്ന് കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. പിന്നെന്തേ അപ്രതീക്ഷിതം എന്ന വണ്ണം ചില സഹനങ്ങളിൽ നിങ്ങൾ ഉലയുന്നത്? കുരിശ് ആത്മദാനത്തിൻ്റെ ചിത്രമാണെങ്കിൽ അതേ ആത്മദാനമാണ് ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. ദാറ്റ്സ് ഗോയിങ് ടു ബി പെയിൻഫുൾ. സെൽഫ് ഗിവിങ് ലവ് ഈസ് പെയിൻഫുൾ. ആ ഒരു മുറിവ്, ആ ഒരു രക്തം ചിന്തൽ, ആ സഹനം അനിവാര്യമാണ് ആത്മദാനത്തിൻ്റെ സ്നേഹത്തിൽ. മനസ്സുമടുത്തു പോകരുത്, തകർന്നു പോകരുത്. ഫെയ്ത്ത് മച്വേഴ്സ് വെൻ ലൈഫ് ബിക്കംസ് ആൻ ഓഫറിങ്. നമ്മുടെ വിശ്വാസം വളരുന്നത്, വിശ്വാസം തികവാർന്നു വരുന്നത് നമ്മൾ ഈ ആത്മദാനത്തിൻ്റെ സ്നേഹം ജീവിച്ചു തുടങ്ങുമ്പോഴാണെന്ന് തിരിച്ചറിയാം. ഇന്ന് ഒടുവിലായി നമ്മൾ ധ്യാനിക്കുന്ന വാക്യം, വാട്ട് ഈസ് ഗിവൺ ഇൻ ലവ് ഈസ് നെവർ ലോസ്റ്റ്. വാട്ട് ഈസ് ഗിവൺ ഇൻ ലവ് ഈസ് നെവർ ലോസ്റ്റ്. നീ സ്നേഹത്തോടെ നൽകുന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ജീവിത പങ്കാളികൾ പരസ്പരം, മക്കൾക്ക്, ദൈവജനം പരസ്പരം ഒക്കെ പാലിക്കേണ്ട നിയമം, വാട്ട് ഈസ് ഗിവൺ ഇൻ ലവ് ഈസ് നെവർ ലോസ്റ്റ്. നൽകിയത് സ്നേഹത്തോടെയാണോ? നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നും, നഷ്ടപ്പെടില്ല. ആത്മദാനം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കും. വാട്ട് ഈസ് ഗിവൺ ഇൻ ലവ് ഈസ് നെവർ ലോസ്റ്റ്. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞ ആത്മദാനത്തിൻ്റെ ബലി നീ പൂർത്തിയാക്കുമ്പോൾ, നിൻ്റെ ബലിയുടെ ഭാഗമായി ഓരോ കുർബാനയിലും ഞങ്ങൾ മാറുമ്പോൾ ആത്മദാനത്തിൻ്റെ സെൽഫ് ഗിവിങ്ങിൻ്റെ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.